സോ ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് ഞാൻ ഡോക്ടർ ലക്ഷ്മി, പീഡിയാട്രീഷ്യനാണ്. അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഞാൻ ഡെയിലി ഒരുപാട് പേഷ്യൻസിനെ കാണുമ്പോൾ ഒത്തിരി അമ്മമാർ എന്നോട് ചോദിക്കുന്ന കുറച്ച് സംശയങ്ങൾ അവരെന്നോട് ഒത്തിരി സംശയങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഈ ഡൗട്ട്സൊക്കെ ഒത്തിരി ആൾക്കാർക്കുള്ള ഡൗട്ട്സാണെന്ന്. സോ ഞാൻ ആ ഡൗട്ട്സ് തീർക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ലിമിറ്റഡ് ടൈമിൽ കുറച്ച് ഡൗട്ട്സ് തീർക്കാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. സോ ഇന്നിപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഭയങ്കര മഴക്കാലമാണ്. അപ്പം പനിയുടെയൊക്കെ ഒരു സീസണാണ്. ഇപ്പം സ്കൂളും കൂടി തുറന്നപ്പം കുട്ടികളെല്ലാം ഇപ്പം സ്കൂളിൽ പോയിട്ട് മിക്ക കുട്ടികൾക്കും ഇപ്പോൾ പനിയായിട്ട് വരുന്നുണ്ട്. അപ്പം പനിയെ നമ്മൾ എപ്പോൾ പേടിക്കണം, അത് തന്നെയാണ് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം പനി വരുമ്പം ഇപ്പോൾ ഒരു വൈറൽ ഫീവറിൻ്റെ സീസണാണ്. ഒരു യൂഷ്വൽ വൈറൽ ഫീവർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ 102 അത്ര വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പം അതൊരു യൂഷ്വലി ഒരു 3 to 4 ഡേയ്സിൽ ഒരു നോർമൽ വൈറൽ ഫീവർ സെറ്റിലാവും. പിന്നെ അവർക്ക് ഹിസ്റ്ററി ഓഫ് കോണ്ടാക്ട് വിത്ത് അതർ ഫീവർ കേസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം പനി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ എപ്പോൾ പേടിക്കണമെന്ന് വെച്ചാൽ ഡേഞ്ചർ സൈൻസ്, അതായത് കുട്ടിക്ക് ഭയങ്കരമായ ക്ഷീണം, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, വെള്ളമൊന്നും കുടിക്കുന്നില്ല, അങ്ങനെ കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. രണ്ടാമത്, കുട്ടിക്ക് ഭയങ്കര തലവേദന, ഭയങ്കര ഛർദിൽ, വോമിറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. പിന്നെ ഭയങ്കര വയറുവേദന, സഹിക്കാൻ പറ്റാത്ത വയറുവേദന അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. മെയിനായിട്ട് നമ്മൾ കുട്ടി ആക്റ്റീവാണ്, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് പറഞ്ഞ പോലെ ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം.